മാൻകൈൻഡ് ടോക്സിൻ്റെ പുതിയ സെഷനിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മിത സി എഴുതിയ ഖേദകി എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇതിൽ അഘോരി എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള 7 കഥകളാണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് ഓതറുമായിട്ട് സംസാരിക്കാം. അപ്പോൾ അഘോരികൾ പലരും പല വ്യാഖ്യാനങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ശവം ഭക്ഷിക്കുന്നവർ, മോക്ഷം നൽകാൻ കെൽപ്പുള്ളവർ, അങ്ങനെ പലതും. ടീച്ചറുടെ കഥയിൽ ആരാണ് അഘോരി, അല്ലെങ്കിൽ എന്താണ് അഘോരി? അഘോരികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പം നിറഞ്ഞൊരു സബ്ജക്റ്റാണ്. എന്താണ് യഥാർത്ഥ അഘോരികൾ, അല്ലെങ്കിൽ ആരാണ് അഘോരികൾ, എന്താണ് അഘോരികളുടെ വഴി? പാത്ത് ഓഫ് അഘോരീസ് എന്ന് പറയുന്നത് എന്നും ആൾക്കാരുടെ ഒരു ചിന്തയ്ക്ക് ഉദ്ദീപനം നൽകിയൊരു സബ്ജക്റ്റാണ്. ഇത് ആദ്യം തുടങ്ങിയത് AD 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാബ കിന്നാറാം ആയിരുന്നു അത്ര ആദ്യത്തെ അഘോരി. ഈ അഘോരികളിൽ ഏറ്റവും കൂടുതൽ പൊതുജന ശ്രദ്ധ കിട്ടാൻ കാരണം ഇപ്പം ഈ അടുത്ത് നടന്ന കുംഭമേളയാണ്. പക്ഷെ എന്നാൽ ഈ നമ്മൾ കാണുന്ന ഈ അഘോരികളെല്ലാം യഥാർത്ഥത്തിലുള്ളവരാണോ, യഥാർത്ഥ അഘോരികളാണോ എന്നൊരു ചോദ്യം ഏറ്റവും കൂടുതൽ പൊങ്ങി വന്നതും അപ്പോൾ തന്നെയാണ്. ഈ യഥാർത്ഥ അഘോരികളെ പറ്റി അറിയാനുള്ള ഒരു സോഴ്സ് വളരെ കുറവാണ്. നമ്മൾ കാണുന്ന യൂട്യൂബിലായാലും ബ്ലോഗ്സിലായാലും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന അഘോരികളിൽ എന്താണ് സത്യം എന്നതിൻ്റെ ഒരു അന്വേഷണമായിരുന്നു ഈ 7 കഥകളിൽ ചെന്നെത്തിച്ചത്. ഇവരുടെ ജീവിതം അല്ലെങ്കിൽ ഇവർ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രയാസമേറിയതും അതുപോലെ തന്നെ പൊതുജന സമക്ഷം തീരെ വരാൻ ആഗ്രഹിക്കാത്ത ഒരു വിഭാഗക്കാരാണ് അഘോരികൾ അല്ലെങ്കിൽ നാഗസന്യാസിമാർ എന്ന 2 വിഭാഗമുണ്ട്. ഈ 2 വിഭാഗക്കാരും അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പഠനങ്ങൾ, വായന, ഇതെല്ലാമാണ് ഈ 7 കഥകൾ വരാൻ കാരണമായത്. എന്നാൽ ഈ പറയുന്ന 7 കഥകളിലും പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ മുഴുവൻ സത്യമാണോ എന്ന് പറയാനും ഇപ്പോൾ കഴിയില്ല. കാരണം നമുക്കും അത് നേരിട്ട് കാണാനുള്ള ഒരു സോഴ്സ് ഇല്ല. വായിച്ചറിവ് മാത്രമേ ഉള്ളൂ. കുറേയധികം പുസ്തകങ്ങൾ, ബ്ലോഗ്സ്, ഇതിൻ്റെയൊക്കെ ആധാരമായിട്ടാണ് ഈ കഥകൾ എഴുതിയത്. അപ്പോൾ ആഘോരികൾ എന്ന് പറയുന്നത് അവർ അനുഷ്ഠിക്കുന്ന ചില അനുഷ്ഠാനങ്ങളെ ബേസ് ചെയ്തിട്ട് എഴുതിയ കഥകളാണത്. അതിനെ കഥാരൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. സിന്ദൂരാരുണ എന്ന കഥയിൽ ശവഭോഗം, അല്ലെങ്കിൽ ടീച്ചർ പരാമർശിച്ച പോലെ ശവരതി എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അധികമാരും കേട്ടിട്ടോ വായിച്ചിട്ടോ ഇല്ലാത്ത ആ ശവരതി അതെങ്ങനെയാണ് ഈ സിന്ദൂരാരുണയിലേക്ക് വന്നത്? സിന്ദൂരാരുണ എന്ന കഥയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടുവിട്ട് കൂടുമാറൽ അല്ലെങ്കിൽ പരകായ പ്രവേശം എന്ന് പറഞ്ഞ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അഘോരികളാകുന്നതിന് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് എന്തിനേയും ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണത് പോകുന്നത്. ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണമാണെങ്കിലും മനുഷ്യൻ്റെ വിസർജ്യമാണെങ്കിലും അത് മുന്നിൽ വന്നാൽ ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ് അഘോരി എന്ന് പറഞ്ഞ പദത്തിലേക്ക് എത്താനുള്ള ആദ്യ കടമ. ഒരു ശിഷ്യനെ ആദ്യമായി കിട്ടുമ്പോൾ അത് അഖാഡ എന്ന് പറയുന്നൊരു സ്കൂൾ ഓഫ് അഘോരീസ് ആണ് ഉള്ളത്. അല്ലാതെ ഒരു ഒറ്റയ്ക്കൊരു അഘോരി ആകുന്നില്ല. പകരം ഒരു അഖാഡ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരും അടങ്ങുന്ന ഒരു കൂട്ടമാണത്. അതിൽ വന്നു കഴിഞ്ഞാൽ പടിപടിയായി ഒരു അഘോരിയെ വാർത്തെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. പലതരം അതീന്ദ്രമായ ശക്തികൾ അവർക്കുണ്ടെന്നും അതൊരു ഗുരു തൻ്റെ ശിഷ്യനിലേക്ക് കൈമാറുന്നു എന്നും അതിൽ വരുന്ന ചില അനുഷ്ഠാനങ്ങൾ പുറം ലോകമായ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ചില അനുഷ്ഠാനങ്ങളാണ് ഈ ശവഭോഗം അല്ലെങ്കിൽ ശവരതി എന്ന് പറയുന്നത്. അതുപോലെ പരകായ പ്രവേശം. ചില ബ്ലോഗുകൾ വായിക്കുകയുണ്ടായി, ഒരാൾ മരണപ്പെട്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം, 10 അല്ലെങ്കിൽ 15 ഇയേഴ്സിന് ശേഷം ഈ വ്യക്തിയെ മറ്റൊരു ശരീരത്തിൽ അവിടെയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയെന്നും കുടുംബക്കാരെ കാണാൻ പോയി എന്നുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ വായിക്കുകയുണ്ടായി. അപ്പം അതിനോടനുബന്ധിച്ച് വന്നതാണ് ഈ ഒരു കഥ, സിന്ദൂരാരുണ എന്ന് പറഞ്ഞ കഥ. അതിലേക്ക് ഒരു ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ കഥയിൽ ശവഭോഗം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിലേക്ക് പറയുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരിക്കലും തന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ് ഈ ശവഭോഗം എന്ന് പറയുന്നത്. എന്നാൽ ഒരു അഘോരിക്ക് തീർച്ചയായും അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു അതുല്യമായ ശക്തി അയാൾ നേടിയെടുത്തിട്ടായിരിക്കണം അങ്ങനെയുള്ളൊരു അനുഷ്ഠാനം ഉണ്ടായത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. യഥാർത്ഥ വശം എന്താണെന്ന് നമുക്ക് 100% അറിയില്ലെങ്കിലും
വായനയിലൂടെ കിട്ടിയ അറിവ് വെച്ച് ആണ് ആ കഥ എഴുതിയത്. അപ്പോൾ ഒരു അഘോരി എന്ന് പറയുന്നത് മരണത്തെ അടക്കം സ്വീകരിക്കാനും അതുപോലെ മരണത്തെ മറികടക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെ കുറച്ച് കാലത്തേക്കെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ശക്തിൻ്റെ ഉറവിടം അവർ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉറവിടം അവർ സ്വായത്തമാക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുസ്തകത്തിൻ്റെ പേരിലെന്ന പോലെ അതിൻ്റെ കവറിലും നമുക്കൊരു വ്യത്യസ്തത കാണാൻ പറ്റും. സാധാരണ നമ്മൾ അഘോരി എന്ന് പറയുമ്പോൾ ജടാധാരികളും ഭസ്മം പൂശി നടക്കുന്ന ഉഗ്രരൂപികളായ പുരുഷരൂപമാണ് നമ്മുടെ മനസ്സിൽ കാണുക. പക്ഷേ ഇതിൻ്റെ കവറിൽ ഒരു സ്ത്രീ രൂപമാണുള്ളത്. അതേപോലെ തന്നെ കേതകി എന്ന കഥയിലും ഒരു അഘോരി സന്യാസിനിയെക്കുറിച്ച് പറയുന്നുണ്ട്. അഘോരികൾക്കിടയിൽ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച്. അഘോരികളിൽ തുടക്കം മുതൽ തന്നെ സ്ത്രീ സാന്നിധ്യമുണ്ട്. ഭൈരവി ബ്രാഹ്മണി എന്ന ആദ്യ സന്യാസിനിയിൽ തുടങ്ങിയ ആ ഒരു കണ്ണി ഇന്നും തുടർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൽ ആദ്യം കേതകി എന്ന് പറയുന്നൊരു അഘോരി സന്യാസിനി, അതുപോലെ തന്നെ സിന്ദൂരാരുണ, എല്ലാ കഥകളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. അഘോരി എന്ന് പറയുന്നത് പുരുഷ സന്യാസിമാർ മാത്രമല്ല, സ്ത്രീ സന്യാസിനിമാരും ധാരാളം തന്നെയുണ്ട്. ചില അഖാഡകളിൽ ഗുരുവായിട്ട് തന്നെ ഈ സ്ത്രീ സന്യാസിനിമാർ ഉണ്ട്. അവരും ഇതിനൊട്ടും പുറകിലല്ല. പല കാര്യങ്ങളിലും ഒപ്പത്തിനൊപ്പം നിന്ന് അതേപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുത്ത സന്യാസിനിമാർ തന്നെയാണുള്ളത്. കേതകി എന്ന കഥയിൽ സന്യാസിനിയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, അവിടെ ഒരു അസാമിൽ പണ്ടുണ്ടായിരുന്ന മയോങ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്തിരുന്ന ഒരു നഗരത്തെക്കുറിച്ച് ആണ്. അല്ലെങ്കിൽ അന്നത് നഗരമായിരുന്നില്ല, അതൊരു രാജ്യമായിരുന്നു. അപ്പോൾ അവിടെ 2 മയോങ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു മായാ മയോങ്ങും സാധാരണ മയോങ്ങും. ഒരുപക്ഷെ പ്രഭാതത്തിൽ പോലും അങ്ങോട്ട് ചെല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു സന്യാസിനി അവിടെ ചെന്ന് കയറുകയും പിന്നീട് അവരെ അവിടെ കാണാതാകുകയും ചെയ്യുന്ന പ്രമേയമാണ് ആ കഥയിലുള്ളത്. സന്യാസിനിമാർ ഇന്നും ഉണ്ട്. പണ്ട് മുതൽക്കേയുള്ള ആ ഒരു കണ്ണി അറ്റുപോകാതെ തന്നെ ഇന്നും അഘോരികളിൽ സ്ത്രീ സന്യാസിമാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. അടുത്ത കഥയിലേക്ക് വരാം. മോക്ഷാനന്ദം. ഇതിൽ 1962 ഇൻഡോ ചൈന വാറിൽ നാഗസന്യാസിമാർ പങ്കെടുത്തതായി പരാമർശിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ചരിത്രപരമായ തെളിവുകൾ എന്തൊക്കെയാണ്? 1962 ഇൻഡോ ചൈന വാർ അഥവാ സിനോ ഇന്ത്യൻ വാർ എന്ന് പറയുന്ന യുദ്ധത്തിൽ നാഗസന്യാസിമാർ പങ്കെടുത്തു എന്ന ഒരു ചരിത്ര സത്യം തന്നെയാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ അഘോരികളെക്കുറിച്ച് ഏക പരാമർശമുള്ള ഒരു രേഖയാണത്. അഘോരികൾക്ക് ഇന്ത്യ എന്നോ ചൈന എന്നുള്ള വ്യത്യാസമല്ല. അവർ വസുധൈവ കുടുംബകം എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ ലോകം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ലോകമാണ്. പക്ഷേ അവരുടെ ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രിമൈസസിലേക്ക് അവിചാരിതമായി അല്ലെങ്കിൽ അതിക്രമിച്ച് കയറി വന്ന സൈന്യത്തെ തുരത്തുക മാത്രമാണ് അവരന്ന് ചെയ്തത്. അവരല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഇന്ത്യയെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ ചൈനയെ തോൽപ്പിക്കാനോ അവർ നിന്നിട്ടില്ല. പക്ഷെ അവരുടേതായ സമാധാനപരമായൊരു ജീവിതത്തിലേക്ക് മറ്റുള്ളവരാരെങ്കിലും അതിക്രമിച്ച് കിടക്കുന്നത് അവർ തീരെ സഹിക്കില്ല. അവരിങ്ങോട്ടും ഉപദ്രവിക്കാൻ വരില്ല, തിരിച്ച് അവരെ ഉപദ്രവിക്കാൻ ആരെയും അവർ സമ്മതിക്കുകയുമില്ല. അതിനൊരു ഉദാത്തമായൊരു ഉദാഹരണമായിരുന്നു ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ അഘോരികൾ എന്ന് പറയുന്നത് എത്ര കാലത്തോളം നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ലയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ലയോ, അവർ തിരിച്ചും നമ്മുടെ യാതൊരുവിധ കാര്യങ്ങളിലേക്കും ഇടപെടുകയുമില്ല. അവർക്കതിൽ താല്പര്യവുമില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ അഖാഡകളും അതിനുവേണ്ടി ഓരോ അഘോരികളെയും ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു പരിശീലനം എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. അതിൽ കച്ചേരി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നാവ് കൊണ്ട് ഏറ്റവും മേലെ, വായുടെ ഏറ്റവും മേലെയുള്ള ഭാഗം അവർ തുഴഞ്ഞ് വർഷങ്ങളെടുത്ത് അവിടെ ദ്വാരമുണ്ടാക്കുകയും അതിലൂടെ അവർക്ക് സാൽവേഷൻ നേടുക, അതായത് മോക്ഷപ്രാപ്തി നേടുക എന്നുള്ളത്, ആത്മാവ് ശിരസ് പിളർന്ന് നെറുകിലൂടെ പോകുന്നൊരു പ്രക്രിയയാണ്. അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളതും വളരെയധികം വർഷങ്ങൾ, ഒരുപക്ഷെ ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഒരു യഥാർത്ഥ അഘോരിയെ മുന്നിൽ കണ്ടാൽ അവരുടെ കണ്ണുകളെ നോക്കിയാൽ അറിയാൻ പറ്റുന്ന പറയുന്നത്. അത്രയും തീക്ഷ്ണത നിറഞ്ഞതും അത്രയും പവർഫുൾ ആയിട്ടുള്ള കണ്ണുകളായിരിക്കും അവരുടെ ഉള്ളത്. ഒരുപാട് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ തപം ചെയ്തിട്ടാണ് അവർക്കത് നേടിയെടുക്കുന്നത്. ഇത്രയും കഠിന വ്രതം ചെയ്ത് നടക്കുന്ന അഘോരികൾക്ക് തീർച്ചയായും
പൊതുജനങ്ങളെ ജനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ ചുറ്റും എന്ത് നടക്കുന്നു എന്നതിനെ പറ്റി ചിന്തിക്കാനോ അതിൽ ഇടപെടാനോ അവർക്ക് താല്പര്യവുമില്ല, നേരവുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരു അഘോരിയുടെ അവരുടെ ഒരു ലോകത്തിൽ നമ്മൾ കടന്നു ചെല്ലാതിരിക്കുകയും അവരതിന് താല്പര്യപ്പെടുന്നുമില്ല, സ്ട്രിക്ട്ലി അത് അവർ അബാൻഡൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ നമുക്ക് കിട്ടുന്ന പിന്നൊരു പരാമർശം നമുക്ക് കിട്ടിയത് ഔറംഗസേബിൻ്റെ കാലത്ത് ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവുകയും ഔറംഗസേബിൻ്റെ പടയാളികൾ അഘോരികളുടെ ആ ഒരു പ്രിമൈസസിൽ എത്തിപ്പെടുകയും അവർക്കെതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നത് 1700s നടന്നത്. അതിനെപ്പറ്റിയും ചെറിയൊരു പരാമർശം അന്ന് എഴുതിയ അക്ബറിൻ്റെ ജീവിതകഥ എഴുതിയ ആ ഒരു പുസ്തകത്തിലുണ്ട്. അങ്ങനെ ചില കാലങ്ങളിൽ അവരെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നത് കാലം വരെ അവർ പുറത്തേക്ക് വരികയോ അല്ലാതെ അവർ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് വരിക എന്നുള്ളത് വെറും ധാരണ മാത്രമാണ്, അല്ലാതെ അതിൽ യാതൊരുവിധ സത്യമില്ല. അവരെ എന്ന് നമ്മൾ ഉപദ്രവിക്കുകയോ പുറമേയുള്ളവർ ആരെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയോ ചെയ്താൽ മാത്രം അവർ തിരിച്ച് പ്രതികരിക്കും. പക്ഷെ ആ പ്രതികരണം എന്ന് പറയുന്നത് വളരെ തീവ്രതയേറിയത് തന്നെയാണ്. സിന്ദൂരാരുണ, ശീർഷാഞ്ജന, സഖ്യവൈഖരി, ചിത്രഗന്ധ, സിദ്ധിദാത്രി വളരെ കൗതുകം നിറഞ്ഞ പേരുകളാണ്. ഈ പേരുകളിലേക്ക് ടീച്ചർ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ പുസ്തകത്തിലെ സ്ത്രീകളുടെ പേരുകൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ ലളിത സഹസ്രനാമത്തിലെ ദേവിയുടെ പര്യായങ്ങളാണ്. ഓരോ പേരും കണ്ടുപിടിക്കുന്നതിന് അതിൻ്റേതായ പെയിൻ എടുത്തിട്ടാണ് ഓരോ പേരുകളും കണ്ടുപിടിച്ചത്. കാരണം ഓരോ കഥയിലും ഓരോ സ്ത്രീക്കും അവൾക്ക് ചെയ്യാനുള്ള ഒരു ഉദ്യമം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഉദ്യമങ്ങൾ ചെയ്യാനുള്ള സ്ത്രീകളുടെ പേരുകൾ ഒരിക്കലും സാധാരണമാകരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തിയുടെ പര്യായമായിട്ട് തന്നെ ഓരോ പേരുകളെയും എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് അതിലെ പുരുഷന്മാരുടെ പേരുകൾ. രൈവതൻ, ഭവ്യനാഥൻ, ശ്രേഷ്ഠാനന്ദൻ ഇവയെല്ലാം തന്നെ വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് ഈ ഓരോ പേരുകളും. അപ്പോൾ ഈ ഓരോ പേരുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ശക്തിയുടെ സ്രോതസ്സായി കണ്ടിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും അതിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും ആ കഥകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇതിലാരും തന്നെ സാധാരണമായ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളല്ല. 2 ജന്മങ്ങൾ കൈവരിച്ചവരുണ്ട്, ഒരു ജന്മത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്, കാത്തിരിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ പരമമായ ഉദ്യമം ചെയ്യുന്ന രൈവതനുണ്ട്, കാലാകാലം കാത്തിരിക്കുന്ന ഭവ്യനാഥനുണ്ട്, തൻ്റെ അഘോരപാതയിലേക്ക് കടന്നു പോകുന്ന പരശുരാമുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളിലൂടെ അല്ലെങ്കിൽ ഈ കഥകളിലൂടെ അവർ സഞ്ചരിച്ച അവരുടെ ഒരു ജീവിതം, ഒരുപക്ഷെ ഇതൊന്നും മനുഷ്യന് സാധ്യമാവാത്ത കുറേ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. എങ്കിലും അഘോര വഴി എന്ന് പറയുമ്പോൾ പാത്ത് ഓഫ് അഘോരി എന്ന് പറയുമ്പോൾ ഇതൊന്നും തന്നെ ഒരുപാട് നടക്കാത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാതയിലൂടെ നടക്കുന്ന കുറേ കഥാപാത്രങ്ങൾക്ക് ശക്തിയുടെ പര്യായം ആവാമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ പറഞ്ഞതുപോലെ യുണീക്കായിട്ടുള്ള പേരുകൾ വരാൻ കാരണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ കാരണം.